അഭിമന്യ പിതാക്കന്മാരെ, വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തികളെ, സഹോദരി സഹോദരന്മാരെ, പ്രിയ മക്കളെ, മുനമ്പം ഭൂസമരം എന്ന കേവലം മുനമ്പംകാരുടെ മാത്രം വിഷയമല്ല, മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണം എന്നാഗ്രഹിക്കുന്ന ഏവരും അനുഭാവപൂർവ്വം നോക്കിക്കാണുന്ന വിഷയമായി അത് മാറിയിരിക്കുന്നു. തങ്ങളുടെ ഭൂമിയിൽ ഇനി കരമടയ്ക്കാനാകില്ല എന്ന് 2022 ജനുവരി മാസം റവന്യൂ ഉദ്യോഗസ്ഥർ അറിയിച്ചപ്പോൾ ജനിച്ചു വളർന്ന മണ്ണിൽ ആകെയുള്ള സമ്പാദ്യം ഉപയോഗിച്ച് വാങ്ങിയ ഭൂമി അന്യമായി പോകുമോ എന്ന ആശങ്ക അവരെ സമരത്തിൽ എത്തിക്കുകയായിരുന്നു. വിഷയം പരിഹരിക്കപ്പെടുന്നതിനുള്ള കാത്തിരിപ്പ് ഫലമില്ലാതെ വന്നപ്പോഴാണ് നിവൃത്തിയില്ലാതെ മുനമ്പത്ത് 610 കുടുംബങ്ങൾ സമരമുഖത്ത് ഇറങ്ങിയത്. ജീവിക്കാനുള്ള അവകാശം നമ്മുടെ രാജ്യത്ത് മൗലികമായ ഒന്നാണ്. എങ്ങനെയും ജീവിക്കുക എന്നുള്ളതല്ല, മനുഷ്യനെ പോലെ അന്തസ്സായി ജീവിക്കുക എന്നതാണ് രാജ്യം നൽകുന്ന അവകാശം. എല്ലാ മനുഷ്യരെയും പോലെ വില കൊടുത്തു വാങ്ങിയ ഭൂമിയിൽ സർവ്വവിധ അവകാശങ്ങളോടുകൂടെ ജീവിക്കാൻ മുനമ്പത്ത് ഈ 610 കുടുംബങ്ങൾക്കും അർഹതയുണ്ട്. എന്നാൽ ആ ഭൂമി വഖഫ് ഭൂമിയാണ് എന്ന് കാരണം പറഞ്ഞുകൊണ്ട് റവന്യൂ ഉദ്യോഗസ്ഥർ മുഖേന ഭൂമിയുടെ റവന്യൂ അവകാശങ്ങൾ അവരിൽ നിന്ന് എടുത്തു മാറ്റുന്നത് നീതീകരിക്കാവുന്നതല്ല. രാജ്യത്തെ ഒരു കോടതിയും ഈ ഭൂമി വഖഫ് ഭൂമിയാണെന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ട്രൈബ്യൂണലിൽ നടക്കുന്ന കേസിനെ വളരെ പ്രതീക്ഷയോടുകൂടെയാണ് മുനമ്പം നിവാസികളും സുമനസ്സുകളായ എല്ലാവരും കാണുന്നത്. അതേസമയം വിഷയപഠനത്തിനായി സർക്കാർ നിയോഗിച്ച കമ്മീഷൻ അതിൻ്റെ റിപ്പോർട്ട് സമർപ്പിച്ച് നാളുകളായിട്ടും ആ വിഷയത്തിലുള്ള നടപടികൾ ആരംഭിച്ചിട്ടില്ല. മുനമ്പം നിവാസികളെ കുടിയിറക്കരുത് എന്ന മുസ്ലിം സംഘടനകൾ ഉൾപ്പെടെയുള്ള നമ്മുടെ സംസ്ഥാനത്തെ പല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും പറഞ്ഞിട്ടുള്ളതാണ്. എല്ലാവരെയും ഒരുമിച്ചിരുത്തിക്കൊണ്ട് ഒരു സമവായത്തിന് ശ്രമിക്കാൻ ഭരണകൂടം തയ്യാറാകണം. മുനമ്പം വിഷയം പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രത്യക്ഷമായ രീതിയിൽ ശ്രദ്ധ ക്ഷണിക്കാൻ സമരം നടത്തിയതിൻ്റെ 1ാം വാർഷികമാണ് ഇന്ന് നാം ആചരിക്കുന്നത്. കൃത്യമായി പറഞ്ഞാൽ 350 ദിവസങ്ങൾ തികയുന്നു. നിയമപരമായ മാർഗത്തിലൂടെ അവകാശം പുനഃസ്ഥാപിക്കാൻ ഒരു വശത്ത് പ്രവർത്തനങ്ങൾ നടക്കുമ്പോഴും ഭരണകൂടത്തിന് ഈ വിഷയത്തിലുള്ള പരിഹാര മാർഗങ്ങൾ ആരായുന്നതിന് തടസ്സമില്ല. ഏത് വിധേയനയാണെങ്കിലും എത്രയും പെട്ടെന്ന് ഈ വിഷയത്തിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാകുന്നു. അവകാശ സംരക്ഷണത്തിന് വേണ്ടിയുള്ള ഈ മുന്നേറ്റത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഔപചാരികമായി ഈ ഉപവാസ സമ്മേളനത്തിൻ്റെ ഉദ്ഘാടനം ഞാൻ നിർവഹിക്കുന്നു. ദൈവം എന്നെ അനുഗ്രഹിക്കട്ടെ.